ശ്രീ സാജു പോൾ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സാർ, കേരളത്തിൽ സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകുന്ന എറണാകുളം ജില്ലയിൽ വാണിജ്യ നികുതി ഇനത്തിലും വൈദ്യുതി ചാർജായും ഏറ്റവും കൂടുതൽ പണം സർക്കാരിലേക്ക് അടയ്ക്കുന്ന ഒരു പ്രദേശമാണ് സാർ പെരുമ്പാവൂര്. ആ പെരുമ്പാവൂർ പട്ടണം രൂക്ഷമായ ഗതാഗത കുരുക്ക് മൂലം ഇപ്പോൾ വീർപ്പുമുട്ടുകയാണ്. 2 സംസ്ഥാന പാതകൾ കടന്നുപോകുന്ന പെരുമ്പാവൂരിലൂടെ ശബരിമല യാത്രക്കാർ, വിമാനത്താവളത്തിലേക്കും മൂന്നാറിലേക്കും പോകുന്നവർ, 100 കണക്കിന് തടി ലോറികൾ, ഭാരവണ്ടികൾ, മലയാറ്റൂർ തീർത്ഥാടകർ എല്ലാം കടന്നുപോകുന്നത് ഇതുവഴിയാണ് സാർ. ഈ സ്ഥിതി കണക്കിലെടുത്താണ് 29/4/2010 പെരുമ്പാവൂർ ടൗൺ ബൈപ്പാസ് റോഡിന് മുൻ സർക്കാർ ഭരണാനുമതി നൽകിയത്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. റോഡ് ഫണ്ട് ബോർഡിൽ നിന്ന് ആവശ്യമായ തുക വിനിയോഗിക്കാനും തീരുമാനിച്ചിരുന്നു. ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥലമുടമകൾക്ക് ഏറ്റവും സൌകര്യപ്രദമായ അലൈൻമെന്റാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ വയ്ക്കുകയും 6-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയും അലൈൻമെന്റ് സ്റ്റോണുകൾ ഇടുകയും ചെയ്തു സാർ. 19/2/2014 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഏറ്റവും ഇന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആ ഇളവ് ഈ പദ്ധതിക്ക് ലഭിച്ചു സാർ. 25 ഏക്കർ സ്ഥലത്തിന് ഈ സർക്കാരാണ് ഉത്തരവ് നൽകിയത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നപ്പോൾ 2ഉം, ശ്രീ അടൂർ പ്രകാശ് ചുമതല വഹിച്ചിരുന്നപ്പോൾ 2 യോഗങ്ങൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചേരുകയുണ്ടായി. കാലടി പാലത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും ഈ വിഷയം പരിഗണിച്ചു. സാർ, സ്ഥലമേറ്റെടുക്കാനും പദ്ധതി നടപ്പാക്കാനും ഇക്കൊല്ലം തുക അനുവദിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതാണ്. സ്ഥലമുടമകളായ 3 പേർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നൽകിയ പരാതികൾ പരിശോധിച്ച് ദിശയിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് വിശദമായ ഉത്തരവിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നാടിന് ഏറ്റവും ഗുണകരമായ പദ്ധതി ഫയലിൽ ഉറങ്ങിയാണ് സാർ. ബൈപ്പാസ് പ്രശ്നത്തിൽ വലിയ ജനവികാരമാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ബഹുമാനായ കുന്നത്തുനാട് MLA ശ്രീ VP സജീന്ദ്രൻ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. ബഹുമാനായ UDF കൺവീനർ, മുനിസിപ്പൽ ചെയർമാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാര്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പദ്ധതി നടപ്പാക്കണമെന്ന അഭിപ്രായക്കാരാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും നേരിട്ടറിയാവുന്ന പ്രശ്നമാണ്. നടപടിക്രമങ്ങളിലെ കാലതാമസം മൂലം ഭരണാനുമതിയുടെ കാലാവധി കഴിഞ്ഞെങ്കിൽ അത് റീവാലിഡേറ്റ് ചെയ്യാൻ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ലാൻഡ് അക്വിസിഷന്റെ അടുത്ത നടപടി 4-1 നോട്ടിഫിക്കേഷൻ ഇറക്കണം സാർ. ഇപ്പോഴത്തെ അനിശ്ചിതാവസ്ഥ മാറ്റാൻ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് അടിയന്തര നടപടി സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി 3000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പെരുമ്പാവൂർ ബൈപ്പാസ് ഉണ്ടായില്ല സാർ. അതുകൊണ്ട് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി ആവശ്യമായ ഫണ്ട് അനുവദിച്ച് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പെരുമ്പാവൂരിൽ വന്നു പോകുന്നതാണ് സാർ. അദ്ദേഹം ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട MLA ശ്രീ സാജു പോൾ സബ്മിഷനിൽ ഉന്നയിച്ചിട്ടുള്ള പെരുമ്പാവൂർ ബൈപ്പാസിന്റെ അലൈൻമെന്റിനായി സർവേ നടത്തുകയും വാസഗ്രഹങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളതും കാലങ്ങളായി തരിശായി കിടക്കുന്നതുമായ പ്രദേശത്തുകൂടി ഇതിന്റെ ദിശ നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുന്നത്തുനാട് താലൂക്കിലെ പെരുമ്പാവൂർ, രായമംഗലം, വെങ്ങോല, മാറമ്പള്ളി വില്ലേജുകളിൽ നിന്നും 10.02 ഹെക്ടർ ഭൂമി പൊന്നും വിലക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. 1/8/2012 ഉത്തരവ് പ്രകാരം സർക്കാർ ബൈപ്പാസിന്റെ അലൈൻമെന്റ് അംഗീകരിക്കുകയും കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അതിർത്തി നിർണ്ണയിക്കൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പെരുമ്പാവൂർ ജനറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷന്മേലുള്ള 1/10/2012 വിധി പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി നിർത്തിവച്ചു. തുടർന്ന് 16/3/2013 സർക്കാർ ഉത്തരവ് പ്രകാരം അലൈൻമെന്റ് പുതുക്കി നിർണ്ണയിക്കുകയും ചെയ്തു. പ്രസ്തുത ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ പ്രവൃത്തി പുനരാരംഭിച്ചെങ്കിലും 2 വ്യക്തികൾ പുതുക്കിയ അലൈൻമെന്റ് അവരുടെ സ്വത്ത് വകകളെ ബാധിക്കും എന്ന കാര്യം പറഞ്ഞ് നിയമ നടപടികൾ ആരംഭിക്കുകയുണ്ടായി. നടപടിക്രമങ്ങൾക്കിടയിലെ കാലതാമസം മൂലം ഭരണാനുമതിയുടെ കാലാവധി 31/3/2014 അവസാനിച്ചു. ജനപ്രതിനിധികളുടെ ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനാവശ്യമായ ആകെ തുക ഉൾക്കൊള്ളിച്ചുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള അലൈൻമെന്റ് സംബന്ധിച്ച് വീണ്ടും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭരണാനുമതി കാലാവധി അവസാനിച്ചത്
റീവാലിഡേറ്റ് ചെയ്ത് ഫണ്ടിന്റെ ലഭ്യതയനുസരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ബഹുമാനപ്പെട്ട MLA ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഉന്നതതല യോഗം ഉടനെ വിളിച്ചു ചേർക്കുന്നു.